إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ രംഗങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലവരായ സാലിഹീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഏതാനും 3-4 ദിവസങ്ങൾക്ക് മുമ്പ്
നമ്മുടെ അടുത്ത പ്രദേശത്ത് കേരളക്കരയെ മുഴുവനും വിഷമിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരു കുടുംബത്തിന്റെ അതിദാരിദ്ര്യവും പട്ടിണിയും കാരണം ഒന്ന് കേറിക്കിടന്ന് തല ചായ്ക്കാനുള്ളൊരു ഭവനമില്ലാത്തതിന്റെയും പേരില് 2 മക്കളടക്കം വരുന്ന ഒരു കുടുംബം 4 പേർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആ വാർത്ത കേട്ട ഏതൊരു മലയാളികളും വളരെ പ്രയാസത്തോടുകൂടി വിഷമത്തോടു കൂടിയാണ് അതിനെ സ്വീകരിച്ചത്. 1.5 വയസ്സും 4ഉം 5ഉം വയസ്സുമുള്ള 2 കുട്ടികൾ. അവർക്കറിയില്ല അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ അവരിങ്ങനെ സഞ്ചരിക്കുമ്പോ അടുത്ത നിമിഷം ഇത്ര നാൾ ചേർത്തു പിടിച്ച ആ തോളോട് തോൾ ചേർന്ന് പുഴയിലേക്ക് ചാടാൻ പോവുകയാണ്, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണെന്ന് അവർക്കറിയുമായിരുന്നില്ല. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നോക്കിയാൽ അതിന്റെയൊക്കെ ഉത്തരവാദി ഞാനും നിങ്ങളും ആണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ ദിവസമാണ് ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ അതിശക്തമായ കടബാധ്യതയുടെ പ്രയാസത്തിൽ അദ്ദേഹവും എന്ത് ചെയ്തു? പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. നമുക്കറിയാം, കേരളക്കരയിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള ഒരുപാട് ആത്മഹത്യകൾ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു ഭവനമില്ലാത്തതിന്റെ പേരില് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനവും അന്തസ്സും പണയം വെച്ചുകൊണ്ടുപോയി യാചിക്കേണ്ടുന്ന ഒരു അവസ്ഥ. എത്ര നാൾ യാചിക്കും ഈ മനുഷ്യന്മാർ? ഈ രൂപത്തിലുള്ള വാർത്തകൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി അധികരിച്ചു വരികയാണ്. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ 1-ലധികം കുടുംബങ്ങളാണ് കടബാധ്യതയും ജപ്തി ഭീഷണിയും ഭയന്നുകൊണ്ട് സ്വന്തം മക്കൾക്ക് വിഷം കൊടുത്ത് അവരെ കൊന്ന് അതിനുശേഷം പോയി മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യുന്നു. പ്രവാസ ലോകത്ത് നിന്ന് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലെത്തുകയും ഏതെങ്കിലും ചെറിയൊരു ബിസിനസ്സോ കച്ചവടമോ ഒക്കെ തുടങ്ങി തന്റെ ബാധ്യതകൾ വീട്ടാൻ സാധിക്കാതെ നിസ്സഹായനായി നിൽക്കുന്ന ആ കുടുംബവും ആത്മഹത്യ ചെയ്യുന്ന വാർത്ത. അതുപോലെ തന്നെ ഈ രൂപത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും കടബാധ്യതകളും പലിശയും ഭയവും തുടങ്ങി ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ മനുഷ്യന്മാർ വളരെയധികം നിരാശരായി പോവുകയും ആത്മഹത്യ എന്നൊരു പോംവഴി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് വിശുദ്ധ ഖുർആനിന് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. വലനബ്ലുവന്നകും, അല്ലാഹു ഉറപ്പിച്ചു പറയാൻ, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഉറപ്പിച്ചു പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എങ്ങനെയാണ് അള്ളാഹ് പരീക്ഷിക്കുന്നത്? ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് റബ്ബിന്റെ പരീക്ഷണം ഉണ്ടാകുന്നത്? ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയം തന്നുകൊണ്ട്. ദുനിയാവിന്റെ പല രൂപത്തിലുള്ള പല വിഷയങ്ങളിൽ ഭയമുണ്ട്. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം, പട്ടിണിയെക്കുറിച്ചുള്ള ഭയം, ദുനിയാവിലെ ജീവിതങ്ങൾ ഒരറ്റവും മറ്റൊരറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭയം. അള്ളാഹ് അവിടെ പ്രത്യേകം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കുമെന്നുള്ളതാണ്. മുഴുവനായും അള്ളാഹ് ഭയം കൊണ്ട് ഒരു മനുഷ്യനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, അതിശക്തമായ പേടി നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ? മനസ്സ് തകർന്നു പോവും, ചങ്കുപൊട്ടി മരിക്കുക എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറില്ലേ? ആ രൂപത്തിലേക്ക് മനുഷ്യൻ മാനസികമായ ഏതെല്ലോ തലങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകും. പിന്നെ അള്ളാഹ് പറഞ്ഞു, കുറച്ചൊക്കെ പട്ടിണി തന്നുകൊണ്ട് അള്ളാഹ് നിങ്ങളെ പരീക്ഷിക്കും. മുഴുവനായും അള്ളാഹ് പട്ടിണി തന്നുകൊണ്ട് പരീക്ഷിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താ? മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചു പോകും.
അതിലേക്ക് മരണത്തിലേക്ക് പോകാതെ പട്ടിണിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ തക്ക രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വനഖ്സും മിനൽ അംവാൽ, നമ്മുടെ സമ്പത്ത് സ്ഥിര വരുമാനങ്ങളിൽ നിന്ന് കുറവുകൾ വരുമ്പോൾ സമ്പത്തുകൾ നഷ്ടപ്പെടുന്ന പല രൂപങ്ങളിലൂടെ കുറച്ചൊക്കെ സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടുത്തി അല്ലാഹ് നമ്മളെ പരീക്ഷിക്കും. അതുപോലെ തന്നെ വനഖ്സും മിനൽ അംവാലി വൽ അൻഫുസ്, ജീവനഷ്ടങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളിലൂടെ, നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകളുടെ മരണങ്ങളിലൂടെയൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. വസ്സമറാത്ത്, വിഭവങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലാഹ് നമുക്ക് അനുഗ്രഹമായി തന്ന വിഭവങ്ങൾ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നിട്ട് അല്ലാഹ് പറയാണ് വബശ്ശിരിസ് സ്വാബിരീൻ, ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ക്ഷമിക്കാൻ തയ്യാറുള്ളവൻ ആരുണ്ടോ അവനക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കു നബിയെ. ആരാണ് ക്ഷമിക്കാൻ തയ്യാറുള്ളവൻ? സബറുള്ളവൻ ആരാണോ അവനിക്ക് എന്തുണ്ട്? വലിയ സന്തോഷ വാർത്തയുണ്ട്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലു, പരീക്ഷണങ്ങൾ വരുമ്പോ അവിടെ ക്ഷമിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്യുന്നവരായ ആളുകൾ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലുള്ളവരാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങിച്ചെല്ലേണ്ടവരുമാണ്. ഈ ദുനിയാവിലേക്ക് ഒന്നുമില്ലാതെ കൈകൾ രണ്ടും ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് വന്ന നമ്മൾ തിരിച്ച് റബ്ബിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കർമ്മഫലങ്ങളല്ലാതെ മറ്റൊന്നും നമ്മുടെ കൂട്ടിനില്ലാത്ത ആ ദിനം, സഹോദരങ്ങളെ, അല്ലാഹ് പറയാണ്, ഈ ക്ഷണികമായ ജീവിതത്തിൽ ആരാണോ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് അധീനപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സബറുള്ളവരാവുകയും ചെയ്യുന്നവർ, അവർക്ക് നാളെ എന്തുണ്ട്? ഏറ്റവും ഉന്നതമായ സന്തോഷ വാർത്തയുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്നവനാണ്, ഭരമേൽപ്പിക്കുന്നവനാണ് വിശ്വാസി. ആ തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹ് നമുക്ക് ഭയം തന്നുകൊണ്ട് പരീക്ഷിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ, മനസ്സിലെ ചിന്തകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ദുഃഖങ്ങൾ, മനസ്സിന്റെ ചിന്തകൾ, വേവലാതികൾ. പിന്നെയോ വൽ അജ്സ് വൽ കസ്ൽ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ശരീരം തളർന്നു പോകുന്നു, മടിയായി പോകുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളിൽ നിന്നും, മടിയിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വൽ ബുഖ്ലി വൽ ജുബ്ൻ, അഥവാ മറ്റുള്ളവർക്ക്, എനിക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ, അഥവാ പിശുക്ക്. ഈ രൂപത്തിലുള്ള പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വവലഇദ്ദൈൻ, ഭാരമായ കടബാധ്യതകളിൽ നിന്ന്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വഗലബതി റിജാൽ, മറ്റുള്ളവരാൽ ഏൽക്കേണ്ടി വരുന്ന അന്യായമായ പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അടിച്ചമർത്തലുകൾ കൊണ്ടും ഈ രൂപത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. പ്രവാചകന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ വാക്ക് പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി, ഭരമേൽപ്പിക്കാൻ അവനത്ര ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവായി ചൊല്ലിക്കൊണ്ടേയിരിക്കണം. രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ റബ്ബേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ ജീവിതത്തിന്റെ സർവ്വകാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണം റബ്ബേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന ഒരു നേരം പോലും എന്റെ കാര്യങ്ങൾ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. ആ പ്രയോഗം നിങ്ങൾ കണ്ടോ? ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ ജീവിതത്തിന്റെ എന്റെ കാര്യങ്ങൾ എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിന്റെ ഖുദ്റത്തില്ലാതെ, നിന്റെ കഴിവില്ലാതെ
നിന്റെ അനുഗ്രഹമില്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം പോലും, എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും റബ്ബേ, നിന്റെ അനുഗ്രഹമില്ലാതെ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കണ്ണിമ വെട്ടുന്ന, കണ്ണ് ചിമ്മുന്ന നേരം പോലും എന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, തവക്കുൽ ഉണ്ടാകണം, റബ്ബിലുള്ള അചഞ്ചലമായ ഈമാൻ ഉണ്ടാകണം നമുക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉറ്റ ചങ്ങാതിയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി മക്കയിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്, മദീനയിലേക്ക് പോകാൻ പോവാ. അങ്ങനെ സാധാരണ മദീനയിലേക്കുള്ള വഴിയല്ലാതെ മക്കയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു വഴിയിലൂടെ സൗർ എന്ന ഗുഹയിലേക്കാണ് നബിയും കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി പോകുന്നത്. അങ്ങനെ സൗർ എന്ന ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുമ്പോൾ ശത്രുക്കൾ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. പ്രവാചകനെയും അബൂബക്കറിനെയും കിട്ടിയാൽ വധിക്കാൻ വേണ്ടി ഇങ്ങനെ ശത്രുക്കൾ പരക്കം പായ. ആ സമയത്ത് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന അവരുടെ മുകളിലൂടെ ശത്രുക്കൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ശത്രുക്കളുടെ കാലടി ശബ്ദവും കാലടികളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും കാണാൻ സാധിക്കും. അത് കണ്ടുകൊണ്ട് ഭയന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, അവരെങ്ങാലും അവരുടെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ കാണുമല്ലോ നബിയെ എന്ന് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ, നീ സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൂന്നാമനായി അല്ലാഹ് ഇല്ലാത്ത മൂന്നാമനായി അല്ലാഹു അല്ലാതെ മറ്റാരും സഹായത്തിനില്ലാത്ത ഈ രണ്ടാളുകളുടെ അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിക്കുകയാണോ? നീ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പല ആളുകൾക്കും പേടിയ പല രൂപത്തിലുള്ള ഭയങ്ങളിലൂടെയാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിയാലും അവന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ ഒരു വിഷമത്തിലൂടെ, സങ്കടത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഭയത്തിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യന്മാരെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ, കൗമാരക്കാരായ യുവതലമുറയിലെ ന്യൂജൻ മക്കളായ നമ്മുടെ മക്കൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലും അവർക്കും പല രൂപത്തിലുള്ള പേടികളുണ്ട്, ഭയമുണ്ട്. ഏതെല്ലാം കാര്യങ്ങളിൽ അവരുടെ പഠന വിഷയങ്ങളിൽ അവർക്ക് ഭയമുണ്ട്. പരീക്ഷകൾ വരുമ്പോ, എക്സാം വരുമ്പോ ജയിക്കോ തോൽക്കോ പരാജയപ്പെടോ, അവർക്ക് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ള രൂപത്തിലുള്ള ഭയങ്ങളുണ്ട്. നമ്മുടെ മക്കളോടും നമ്മളോടും ആദ്യം നമ്മുടെ മനസ്സിനെ കൃത്യമായി വിശ്വസിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന വാക്കാണ് സൗർ എന്ന ഗുഹയിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ പരാജയം സംഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തീരില്ല. ഏതെങ്കിലും ഒരാളുകൾ നമ്മളെ കളിയാക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം അതോടുകൂടി പരാജയപ്പെട്ടു പോവുകയില്ല, അവസാനിക്കുകയില്ല. എല്ലാം അറിയുന്ന, നമ്മെ പടച്ചവനായ, നമ്മെ സംരക്ഷിക്കാൻ തയ്യാറുള്ളവനായ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം പരീക്ഷയിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ, ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കയറെടുത്ത് തൂങ്ങാനും പുഴയിൽ ചാടാനും നമ്മുടെ കൗമാരക്കാരായ മക്കൾ തയ്യാറാകില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ, കടം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോ, പട്ടിണി കൊണ്ടും ദാരിദ്ര്യത്തിലും നമ്മൾ കടന്നു വലയുമ്പോ ആ രൂപത്തിലുള്ള ആത്മഹത്യ എന്നൊരു വഴിയിലേക്ക് ഒരു മനുഷ്യന്മാരും വഴിമാറി സഞ്ചരിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പ്രിയമുള്ളവരെ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ദാരിദ്ര്യം അല്ലാഹ് നൽകുന്ന പരീക്ഷണമാണ്, പട്ടിണി അല്ലാഹ് നൽകുന്ന പരീക്ഷണമാണ്, സമ്പത്ത് കുറഞ്ഞു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലാഹ് നൽകുന്ന പരീക്ഷണമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുവേ, കുഫറിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. ആരാ പ്രാർത്ഥിക്കുന്നത്? ലോകത്തിന്റെ നായകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാമോ? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 2 ദിവസം അടുപ്പിച്ച് തന്റെ വീട്ടിൽ ഗോതമ്പിന്റെ റൊട്ടി കഴിക്കാനില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗോതമ്പിന്റെ റൊട്ടി 2 ദിവസം അടുപ്പിച്ച് ഞങ്ങളുടെ വീട്ടിൽ കഴിച്ചിട്ടില്ല എന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഗോതമ്പിന്റെ റൊട്ടി എന്താ? ഉണക്ക ചപ്പാത്തി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പിന്റെ പൊടി പൊടിച്ചുണ്ടാക്കുന്ന ഉണക്ക ചപ്പാത്തി ഉണ്ടല്ലോ, ചുട്ടെടുക്കുന്ന ചപ്പാത്തി. 2 ദിവസം അടുപ്പിച്ച് കഴിക്കാനില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ അടുപ്പിച്ചു പോലും അതുപോലും കഴിച്ചിട്ടില്ല എന്നാ പറയുന്നത്.
അതുപോലെ തന്നെ 1 മാസക്കാലം പ്രവാചകന്റെ വീട്ടിൽ അടുപ്പ് പുകയാതെ വെറും ഈന്തപ്പഴവും വെള്ളവും കഴിച്ചുകൊണ്ട് കഴിഞ്ഞ മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അടുത്ത 2 ദിവസം പട്ടിണിയായിരുന്നു. ആ രൂപത്തിലാണ് പ്രവാചകന്റെ ജീവിതം എന്നുണ്ടായിരുന്നത്. ആ പ്രവാചകനെ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഹ്ലുസ് സുഫ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്വഹാബികളെ കുറിച്ച്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമു നേടാൻ, അറിവ് നേടാൻ സ്വന്തമായി വീടോ സമ്പത്തോ ഒന്നുമില്ലാതെ, ഒരു നേരം കഴിക്കാൻ പോലും ഭക്ഷണമില്ലാതെ മദീനത്തെ പള്ളിയുടെ ഒരു മൂലയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു വിഭാഗം ആളുകളാണ് അഹ്ലുസ് സുഫ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഉള്ള സ്വഹാബികൾ. ഈ അഹ്ലുസ് സുഫയിൽപ്പെട്ട ഒരാളായിരുന്നു. ഒരുപാട് ഹദീസുകൾ, നമുക്ക് പരിചയമുള്ള ഏതൊരു ഹദീസുകൾ എടുത്തു നോക്കിയാലും ആ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അബീ ഹുറൈറ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ അബീ ഹുറൈറ, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ അഹ്ലുസ് സുഫയിൽപ്പെട്ട ആളായിരുന്നു. ഒരിക്കല് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവാണ് സത്യം, കഠിനമായ വിശപ്പ് കാരണം ഞാൻ എന്റെ വയറെന്ത് ചെയ്തിട്ടുണ്ട്, നിലത്ത് അമർത്തി പിടിച്ചുകൊണ്ട് കിടക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ വിശപ്പ് സഹിക്കവയ്യാതെ വയറ്റത്ത് പാറക്കല്ലുകൾ വെച്ച് കെട്ടിക്കിടക്കാറുണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും ഭക്ഷണം കഴിക്കാനില്ല. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുക. എന്തിനാ നിൽക്കുന്നതെന്നറിയോ? വരുന്ന ആളുകളോടൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിക്കും. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കും. ആ ഖുർആനിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് അതിന്റെ മറുപടി ലഭിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് തന്റെ മുഖത്ത് വിശപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട്, തന്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട്, ഈ വരുന്ന ആരെങ്കിലും ഒരാൾ തന്നെ വിളിച്ചുകൊണ്ടുപോയി ഒരു നേരത്തെ ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമല്ലോ എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയിലിറങ്ങി നിന്നുകൊണ്ട് സ്വഹാബികളോട്, വരുന്ന ആളുകളോട് ഖുർആനിന്റെ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ വരുന്നത്, ആദ്യം വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുർആനിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിന് മറുപടി കൊടുത്തു. പക്ഷേ അബൂ ഹുറൈറയുടെ മുഖത്തുള്ള ആ പ്രയാസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. അദ്ദേഹം കടന്നുപോയി. രണ്ടാമതായി വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ ഖുർആനിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വിഷമം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മനസ്സിലാകുന്നില്ല. പല ആളുകളും കടന്നുപോയി. ഒടുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ, കാരുണ്യനിധിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വരിക. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അള്ളാഹിന്റെ ഹബീബിന് കാര്യം മനസ്സിലായി. അബൂ ഹുറൈറ എന്ന് വിളിച്ചു. അബൂ ഹുറൈറ വിളി കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുക, അബൂ ഹുറൈറ വിശക്കുന്നുണ്ടല്ലേ? അബൂ ഹുറൈറയുടെ മുഖത്തെ വിശപ്പിന്റെ കാഠിന്യം മുഖത്ത് പ്രത്യക്ഷമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, വിശക്കുന്നുണ്ടല്ലേ? കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ആരോ ഒരാൾ കൊടുത്ത ഒരൽപ്പം പാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അത് പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ അഹ്ലുസ് സുഫയിൽപ്പെട്ട ബാക്കിയുള്ളവരെയും കൂടി വിളിക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി, ഈ പാല് അതികഠിനമായ വിശപ്പുണ്ട്, ജീവൻ പോകുന്ന രൂപത്തിലുള്ള വിശപ്പുണ്ട്. ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്റെ ജീവൻ എനിക്ക് നിലനിർത്താമായിരുന്നു, എനിക്ക് കുടിക്കാമായിരുന്നു. ഈ കുറഞ്ഞ പാല് എങ്ങനെയാണ് ഇത്രയും അധികം ആളുകൾക്ക് ലഭിക്കുക, അവരുടെ വിശപ്പ് എങ്ങനെയാണ് അകറ്റുക, തികയുക എന്ന് ചിന്തിച്ചു പോയി. എന്നാലും അള്ളാന്റെ പ്രവാചകനല്ലേ പറഞ്ഞത് എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരെ കൂടി വിളിക്കാം. എന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്കിത് കൊടുക്ക്. അങ്ങനെ ഓരോരുത്തരായി കുടിച്ചു വന്നപ്പോൾ അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുക്കൽ ആ പാത്രം എത്തുമ്പോൾ എങ്ങനെയായിരുന്നോ ആ പാത്രത്തിൽ പാലുണ്ടായിരുന്നത് അതുപോലെ തന്നെ പാൽ അവശേഷിക്കുകയാണ്. കൂടെയുള്ളവരുടെയൊക്കെ വിശപ്പ് മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നമ്മൾ രണ്ടുപേരാ ഉള്ളത്, നീ കുടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് കുടിച്ചു. വീണ്ടും കുടിക്കാൻ പറഞ്ഞു, കുടിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം പറയുകയാണ്, എന്റെ വയറ്റിന് കുടിക്കാൻ ഒരല്പം പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ വല്ലാഹി എന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ
പാല് കുടിച്ചു എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ആ വിശപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കിയത് എങ്ങനെയാണോ ആ രൂപത്തിലുള്ള കാരുണ്യം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരണം. കൂടെയുള്ളവന്റെ പ്രയാസം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. കൂടെയുള്ളവന്റെ വിശപ്പ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. ആ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും പ്രയാസങ്ങൾക്കും ദുനിയാവിന്റെ പ്രതിസന്ധികൾക്കും ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമ, അല്ലാഹു നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ കൊന്നുകളയരുത്, ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് അതിശക്തമായ ശിക്ഷയാണ് നാളെ ആഖിറത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ കേട്ടിട്ടുണ്ട് നമ്മളെ അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹത്തിന്റെ പല കൃതികളും നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനം അഥവാ വിശപ്പ് എന്ന് പറയുന്ന 2 കൃതികളിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. വിശപ്പ് എല്ലാം കരിച്ചു കളയുന്ന ഒന്നാണ്. അതൊരു മനുഷ്യന്റെ അന്തസ്സിനെയും അഭിമാനത്തിനെയും ആത്മാവിനെയും നശിപ്പിച്ചു കളയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിശപ്പ് ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവനോട് യാചിക്കാനുള്ള പ്രയാസങ്ങൾ അവനക്കുണ്ടാകും, ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ആ വിശപ്പും ദാരിദ്ര്യവും കൂടുന്നത് കാരണം അവന്റെ അന്തസ്സിനെയും അഭിമാനത്തിനെയും എന്ത് ചെയ്യും? അത് നശിപ്പിച്ചു കളയും. ഒടുവിൽ അവന്റെ ജീവനെയും തകർത്ത് കളയുന്ന രൂപത്തിലേക്ക് വിശപ്പും കാഠിന്യവും മാറി വരും എന്നുള്ളതാ. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. ദാരിദ്ര്യം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB അവരുടെ കണക്ക് പ്രകാരം ഒരു വർഷത്തില് ദാരിദ്ര്യവും സാമ്പത്തിക പ്രയാസങ്ങളും അതുപോലെ തന്നെ കടബാധ്യതകളും കാരണം മാത്രമായി 90,000-ലധികം 1,00,000-ന്റെ അടുക്കൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാരണം മാത്രം, പട്ടിണി കാരണം, ദാരിദ്ര്യം കാരണം, കടബാധ്യതകൾ കാരണം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലുള്ള കണക്കെടുക്കാൻ ഒരുപാടുണ്ട്. പട്ടിണി കാരണം ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കണക്കാ പറഞ്ഞത് 90,000-ലധികം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂടെയുള്ളവന്റെ, നാട്ടുകാരന്റെ, അയൽവാസിയുടെ വിശപ്പ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഇസ്ലാം അതിന് അനുവദിച്ചു തന്ന കാര്യങ്ങൾ, പ്രോത്സാഹിപ്പിച്ച ചില വിഷയങ്ങളാണ്. കൂടെയുള്ളവൻ പട്ടിണിയിലാകാതിരിക്കാൻ, സമൂഹത്തിൽ പട്ടിണി വ്യാപിക്കാതിരിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സാമ്പത്തികമായ വ്യവസ്ഥകളിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്നുള്ളത്. ഉള്ളവനിൽ നിന്ന് എന്ത് ചെയ്യുക? അത് പിടിച്ചു വാങ്ങിക്കാന്ന ഖുർആൻ പറഞ്ഞത്. ഉള്ളവനിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുക, ഇല്ലാത്തവനിലേക്ക് കൊടുക്കുക. സമ്പത്തുള്ളവരാണ് നമ്മൾ. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മുടെ നാട്ടിൽ, നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും പട്ടിണിയിലാകാതിരിക്കാൻ, പ്രതിസന്ധിയിലാകാതിരിക്കാൻ, കടബാധ്യത കൊണ്ട് വലയാതിരിക്കാൻ, ദാരിദ്ര്യം കാരണം ഒരു കുടുംബവും ഒരു പിഞ്ചുകുഞ്ഞിനെയും എടുത്ത് പുഴയിലേക്കും കിണറ്റിലേക്കും എറിയാതിരിക്കാൻ അള്ളാഹ് നമുക്ക് നൽകിയ നമ്മുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായ ദാനം സക്കാത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ 2.5% വർഷാവർഷം നമ്മൾ കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ സദഖകൾ, കഴിയുന്ന രൂപത്തിൽ സദഖകൾ കൊടുക്കുക. സദഖ കൊണ്ട് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുമെന്നല്ലാതെ ഏതെങ്കിലും കുറവ് ആവശ്യത്തിൽ സംഭവിക്കുക ഒരിക്കലുമില്ല. സമ്പത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക? സക്കാത്തായിട്ടും സദഖയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം നമ്മൾ. അതുപോലെ തന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അയൽവാസികൾക്ക് കൂടി കൊടുക്കണം. പ്രവാചകൻ എന്താ പറഞ്ഞത്? ഒരല്പം ചാറ് കൂട്ടിയിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും ആ കറിയുടെ ഒരു ഭാഗം അയൽവാസി കൊണ്ടുപോയി കൊടുക്കണം എന്നാ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അയൽവാസിയുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. 2, അയൽവാസികൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പട്ടിണിയോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവനക്കതൊരു നേരത്തെ ആഹാരമാവുകയും ചെയ്യും. അതുകൊണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാൻ, നമ്മുടെ അയൽവാസികളിൽ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങണം നമ്മൾ. ഇന്ന് പല ആളുകളും ദാരിദ്ര്യത്തിലും കടബാധ്യതകളിലും പെട്ടുപോകുന്ന പ്രധാനമായ ഒരു വിഷയം പലിശയുടെ വശങ്ങളിലേക്ക് പോയിട്ട് ധനികനായ ആളുകൾ എന്ത് ചെയ്യാണ്? വീണ്ടും വീണ്ടും ധനികനായിക്കൊണ്ടിരിക്കുക. ദരിദ്രരായ ആളുകൾ, പലിശയിൽ ഒന്ന് പെട്ടുപോയ ആളുകൾ അവരുടെ അതിദാരിദ്ര്യത്തിലേക്ക് മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഈ വ്യവസ്ഥയെ അള്ളാഹ് ഹറാമാക്കിയതാണ്. നിങ്ങൾക്ക് അള്ളാഹ് പലിശയെ ഹറാമാക്കി, അള്ളാഹ് ഹറാമാക്കിയ വിഷയത്തിലേക്ക് ഒരു മനുഷ്യൻ എടുത്തു ചാടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവനക്ക് ദാരിദ്ര്യം വരാതിരിക്കുക? സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുക? അതുകൊണ്ട് അള്ളാഹ് ഹറാമാക്കിയ പലിശയുടെ വിഷയങ്ങളിലേക്ക് ഒരു കാരണവശാലും നമ്മൾ പെട്ടുപോകരുത്. പെട്ടുപോയവർ എത്രയും വേഗം അതിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ നോക്കണം. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ രൂപത്തിൽ ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ വിശപ്പും ദാരിദ്ര്യവും പ്രയാസങ്ങളും അകറ്റിക്കൊണ്ട് അവരുടെ വിഷമങ്ങൾ തന്റെ വിഷമങ്ങളാണെന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാരുണ്യമുള്ള മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുക. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ. ദുനിയാവിലൊരു മനുഷ്യന്റെ പ്രയാസങ്ങൾ ആരെങ്കിലും ഒരാൾ നീക്കിക്കൊടുത്തു കഴിഞ്ഞാൽ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. നാളെ ഖിയാമത്തിൽ ആ മനുഷ്യൻ അനുഭവിക്കാനിരിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹ് അതൊക്കെ അവനിക്ക് എന്ത് ചെയ്യും? എളുപ്പമാക്കി കൊടുക്കും, മാറ്റിക്കൊടുക്കും. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. പ്രയാസപ്പെടുന്നവന്റെ ഒരു പ്രയാസം ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ നമ്മുടെ പ്രയാസങ്ങളും എന്ത് ചെയ്യും? അള്ളാഹു അവനിക്ക് എളുപ്പമാക്കി തരും. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും. അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം അത് നമ്മുടെ കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറാകണം. അത് ഇഹത്തിലും നാളെ പരത്തിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിമറിക്കാനും അത് കാരണമാകും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു ആ അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. മനുഷ്യരോട് കരുണ കാണിക്കാത്തവന് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇർഹമു മൻ ഫിൽ അർള് യർഹംകും മൻ ഫിസ് സമാ. ജനങ്ങളോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് പരസ്പരം കരുണയിലും സഹവർത്തിത്വത്തിലും സഹായിച്ചുകൊണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ദുനിയാവിൽ ഒരാളും പട്ടിണി എടുക്കാൻ നമുക്കൊക്കെ ഒരു പരിമിതികളുണ്ട്. ആ പരിധികളിലും പരിമിതികളിലും നിന്നുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവന്റെ വിഷമമെങ്കിലും പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അത് ഒന്നല്ലെങ്കിൽ നേരിട്ട് സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ആ പ്രയാസങ്ങളെ മറികടക്കാൻ അവരെ സഹായിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ സക്കാത്ത് സദഖ എന്നൊക്കെ പറഞ്ഞാൽ. അതൊരു പള്ളിയിലേക്കോ സക്കാത്ത് സെല്ലിലേക്കോ കൃത്യം കണക്ക് നോക്കി നമ്മൾ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിലൂടെയാണെങ്കിലും ആ സമൂഹത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് അത് എത്താൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ അതിശക്തമായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, അള്ളാഹുവിനെ വിനയപ്പെട്ടുകൊണ്ട് അധീനപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആത്മഹത്യ എന്നുള്ളൊരു ഏറ്റവും മോശമായ മാർഗം സ്വീകരിക്കാതെ മനസ്സിനെ ക്ഷമയോടെ പിടിച്ചു നിർത്താനുള്ള ഖുവ്വത്ത് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയോട് അടുത്താണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇവിടെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഈ പള്ളിയോട് ചേർന്ന് താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്, തുടങ്ങുകയാണ്. പുതിയൊരു ബാച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് ആരംഭം കുറിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും നിലവിൽ മഗ്രിബിനോ അല്ലെങ്കിൽ ഇശാക്കോ ശേഷമായിരിക്കും. ഇൻഷാ അല്ലാഹ് വിവരങ്ങൾ നിങ്ങൾക്ക് തരും. അടുത്ത വ്യാഴാഴ്ച മുതൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും സ്ത്രീകൾക്കും പ്രത്യേകമായ സൗകര്യത്തോടു കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക? അടുത്ത വ്യാഴാഴ്ച മുതൽ മഗ്രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. തുടർന്ന് ഖുർആനും മറ്റുള്ള ഹദീസുകളും ഒക്കെ കൃത്യമായി പഠിക്കുന്ന രൂപത്തിലുള്ള ദർസുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ ഖുത്ബയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും അത് മനസ്സിലാക്കി ആ ക്ലാസ്സുകളിൽ ഇൽമ നേടാൻ പങ്കാളികളാകണം എന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും അസുഖങ്ങളും വേദനകളും എല്ലാം അള്ളാഹു പൂർണ്ണമായ ആശ്വാസത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപ
രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രികളിലും വീടുകളിലുമായി കിടപ്പിൽ കിടക്കേണ്ടി വരുന്ന പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.